ചിത്രശലഭങ്ങൾ പല പല വർണ്ണങ്ങളിൽ, വലുപ്പത്തിൽ, രൂപത്തിൽ പാറിപ്പാറി നടക്കുന്ന ചിത്രശലഭങ്ങൾ നമ്മളിൽ പലർക്കും വളരെ ഇഷ്ടമുള്ള ഒരു ഇൻസെക്റ്റാണല്ലോ. കുട്ടിക്കാലം മുതൽ നമ്മൾ വളരെ കൗതുകത്തോടെ ഇവയെ നിരീക്ഷിച്ചിട്ടുണ്ടാകും. ലെപ്പിഡോപ്റ്ററ ഓർഡറിൽപ്പെട്ട ചിത്രശലഭങ്ങൾ നിശാശലഭങ്ങളിൽ നിന്നും സപുഷ്പികളായ സസ്യങ്ങളുടെ കൂടെ പരിണമിച്ചുണ്ടായവയാണ്. നിശാശലഭങ്ങൾ അഥവാ മോത്ത് നമ്മൾ രാത്രികാലങ്ങളിൽ കാണുന്ന ശലഭങ്ങളാണ്. ഇവയെ നമ്മൾ രാപ്പാറ്റകൾ എന്നും വിളിക്കാറുണ്ട്. രാത്രികാലങ്ങളിലും പകൽ സമയങ്ങളിലും കാണപ്പെടുന്നു എന്ന വ്യത്യാസമല്ലാതെ ചിത്രശലഭങ്ങളും നിശാശലഭങ്ങളും അവയുടെ ശരീരഘടനയിലും വ്യത്യാസങ്ങൾ കാണിക്കുന്നുണ്ട്. അവയിൽ പ്രധാനപ്പെട്ടതാണ് രണ്ട് വിഭാഗങ്ങളുടെയും ആൻറ്റിനയിലെ വ്യത്യാസം. ഇതുകൂടാതെ വിശ്രമാവസ്ഥയിൽ അവയുടെ ചിറകുകൾ വെച്ച വിധം, ശരീരപ്രകൃതി, ഭക്ഷണരീതി എന്നിവയിലും ഇവ രണ്ടും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ലോകത്തിലാകെ 17,500 മുതൽ 20,000 വരെ സ്പീഷീസ് ഓഫ് ബട്ടർഫ്ലൈസ് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ചിത്രശലഭങ്ങൾ നമ്മുടെ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിൽ വഹിക്കുന്ന പങ്ക് ചെറുതല്ല. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണല്ലോ പോളിനേഷൻ അഥവാ പരാഗണം. അതായത് മെയിൽ ഫ്ലവേഴ്സിലെ പോളൻ ഫീമെയിൽ ഫ്ലവേഴ്സിലെ സ്റ്റിഗ്മയിലേക്ക് എത്തി ഫെർട്ടിലൈസേഷൻ നടന്ന് തുടർന്ന് വിത്തുൽപാദനം നടത്തുന്ന പ്രക്രിയ. ഇത് പ്രകൃതിയുടെ ഭക്ഷ്യശൃംഖല നിലനിർത്താൻ പ്രധാനമായ ഒന്നാണ്. കൂടാതെ ചിത്രശലഭങ്ങൾ പക്ഷികളുടെയും പല്ലികളുടെയും പാമ്പുകളുടെയും തവളകളുടെയും എല്ലാം ആഹാരമാണല്ലോ. ഇതുവഴി ഭക്ഷ്യശൃംഖലയിൽ ചിത്രശലഭങ്ങൾ വഹിക്കുന്ന പങ്ക് പ്രകൃതിയിലെ സമത്വം നിലനിർത്താൻ സഹായിക്കുന്നു. ഒരു പ്രദേശത്ത് ചിത്രശലഭങ്ങൾ കാണപ്പെടുന്നു എന്നത് ആ പ്രദേശത്ത് അനേകം സസ്യങ്ങളും ജീവിവർഗങ്ങളും ഉണ്ട് എന്നുള്ള ഒരു സൂചനയാണ്. ഇനി നമുക്ക് ബട്ടർഫ്ലൈസിൻ്റെ ലൈഫ് സൈക്കിൾ ഒന്ന് നോക്കിയാലോ. ബട്ടർഫ്ലൈസിൻ്റെ ജീവിതചക്രത്തിൽ പ്രധാനമായും 4 ഘട്ടങ്ങളാണുള്ളത്. എഗ്, കാറ്റർപില്ലർ ദ ഫീഡിംഗ് സ്റ്റേജ്, പ്യൂപ്പ ദ ട്രാൻസിഷൻ സ്റ്റേജ്, അഡൾട്ട് ദ റീപ്രൊഡക്റ്റീവ് സ്റ്റേജ്. ഇങ്ങനെ ബട്ടർഫ്ലൈസും മോത്തുകളും ഡെവലപ്പ് ചെയ്യുന്ന പ്രോസസ്സിനെ കംപ്ലീറ്റ് മെറ്റാമോർഫോസിസ് എന്ന് പറയുന്നു. അതായത് ഇൻസെക്റ്റുകൾ അവയുടെ ലാർവാവസ്ഥയിൽ നിന്നും അഡൾട്ട് ഫോമിലെത്തുമ്പോൾ അവയുടെ രൂപത്തിൽ വളരെയധികം വ്യത്യാസം കാണുന്നുവെങ്കിൽ അതിനെ കംപ്ലീറ്റ് മെറ്റാമോർഫോസിസ് എന്ന് പറയുന്നു. ലൈഫ് സൈക്കിളിലെ ആദ്യഘട്ടത്തിൽ ഫീമെയിൽ ബട്ടർഫ്ലൈസ് ഇലകളിൽ മുട്ടയിടുന്നു. 100 മുതൽ 300 വരെ മുട്ടകളാണ് ഇവ ഇടാറ്. ഇത് ബട്ടർഫ്ലൈസിൻ്റെ സ്പീഷീസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഈ മുട്ടകൾ വിരിയുന്നു. രണ്ടാമത്തേത് കാറ്റർപില്ലർ അഥവാ ലാർവ ദ ഫീഡിംഗ് സ്റ്റേജ് ആണ്. ഈ ഘട്ടത്തിൽ മുട്ട വിരിഞ്ഞു വന്ന കാറ്റർപില്ലറുകൾ ഇലകൾ തിന്നുകയും അവ വളരാൻ തുടങ്ങുകയും ചെയ്യുന്നു. അടുത്തത് പ്യൂപ്പ ദ ട്രാൻസിഷൻ സ്റ്റേജ് ആണ്. ഈ സമയമാകുമ്പോഴേക്കും കാറ്റർപില്ലറുകൾ പൂർണ്ണ വളർച്ചയെത്തുകയും അവയുടെ തീറ്റ അവസാനിപ്പിക്കുകയും ചെയ്യുന്നു. പിന്നീട് അവ അവയുടെ ശരീരത്തിന് ചുറ്റും ഒരു സംരക്ഷണ കവചം ഉണ്ടാക്കുന്നു. ഇതാണ് പ്യൂപ്പ. ഇവയെ ക്രിസലിസ് എന്നും പറയാറുണ്ട്. പ്യൂപ്പയ്ക്ക് അകത്ത് വെച്ച് കാറ്റർപില്ലറിന് വലിയ രീതിയിലുള്ള വളർച്ച സംഭവിച്ച് കാലുകളും ചിറകുകളും കണ്ണുകളും എല്ലാം രൂപാന്തരപ്പെട്ട് ഒരു പൂർണ്ണ വളർച്ചയെത്തിയ ചിത്രശലഭമായി മാറുന്നു. അവസാന ഘട്ടമായ അഡൾട്ട് ദ റീപ്രൊഡക്റ്റീവ് സ്റ്റേജിലാണ് നമ്മൾ കാണാറുള്ള പാറിപ്പറന്ന് നടക്കുന്ന ചിത്രശലഭങ്ങളെല്ലാം. ഇവയുടെ പ്രധാന ധർമ്മം എന്നത് റീപ്രൊഡക്ഷനും മുട്ടയിടലുമാണ്. ഇങ്ങനെയുള്ള 4 ഘട്ടങ്ങൾക്കുമുള്ള സമയം ഓരോ ബട്ടർഫ്ലൈസിൻ്റെയും സ്പീഷീസിനനുസരിച്ചിരിക്കും. സാധാരണയായി ഇത് 3 മുതൽ 5 ആഴ്ച വരെയായാണ് കണ്ടുവരാറ്. ഇതുപോലുള്ള ഇൻഫർമേറ്റീവ് വീഡിയോസ് കാണാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ
ഇൻട്രസ്റ്റിംഗ് ആയ ഫാക്ട്സ് റിലേറ്റഡ് ക്വിസും ചാനലിൽ ഷോർട്സ് ആയിട്ടിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.